ISROയുടെ PSLV C-59 വിക്ഷേപണം മാറ്റി. യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച ഇരട്ട പേടകങ്ങൾ വഹിക്കുന്ന പ്രോബ 3-ൽ അവസാന നിമിഷം സാങ്കേതിക തകരാർ കണ്ടെത്തിയതോടെയാണ് വിക്ഷേപണം മാറ്റിയത്. നാളെ വൈകിട്ട് 4:12-നാണ് പുതുക്കിയ വിക്ഷേപണ സമയം. മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, എന്താണ് ഈ സാങ്കേതിക തടസ്സമായി പറയുന്നത് ISRO? ധന്യ, ISRO എന്താണ് സാങ്കേതിക തടസ്സം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വരുത്തിയിട്ടില്ല. ഒറ്റ വരിയിൽ ഈ സാങ്കേതിക തകരാർ കണ്ടെത്തി എന്നുള്ളതാണ് ISRO അറിയിച്ചിരിക്കുന്നത്. ഡ്യൂ ടു ആൻ അനോമലി ഡിറ്റക്റ്റഡ് ഇൻ പ്രോബ 3 സ്പേസ് ക്രാഫ്റ്റ് PSLV C-59 പ്രോബ 3 ലോഞ്ച് റീഷെഡ്യൂൾഡ് ടുമോറോ എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 4:12 നാളേക്ക് മാറ്റി. അതോടൊപ്പം തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഇപ്പം ട്വിറ്ററിൽ ഈ സാങ്കേതിക തകരാർ പ്രോബ 3 പേടകത്തിലാണ് എന്ന് തന്നെ അവരും സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് അവസാന നിമിഷമാണ്, 43 മിനിറ്റും 50 സെക്കൻഡും കൗണ്ട് ഡൗൺ ക്ലോക്കിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ഈ വിക്ഷേപണം മാറ്റിയതായി ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ISROയുടെ ഭാഗത്തുനിന്നും ഒപ്പം ESAയുടെ ഭാഗത്തു നിന്നും വരുന്നത്. സാങ്കേതിക തകരാർ എന്താണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോഞ്ച് പാഡിൽ നിന്ന് മാറ്റേണ്ടതില്ല, ഈ വാഹനം വെഹിക്കിൾ മാറ്റേണ്ടതില്ല എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക തകരാറായിരിക്കണം. അതുകൊണ്ടാണ് ഒരുപക്ഷെ നാളെ വൈകിട്ട് 4:12 എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ISROയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദൗത്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പ്രോബ 3 ദൗത്യം എന്ന് പറയുന്നത്. കഴിയാവുന്നത്ര ദൂരത്തേക്ക് ചെന്ന് അവിടെ നിന്ന് ഇരട്ട ഉപഗ്രഹങ്ങൾ വെച്ച് ഒരു കൃത്രിമമായി സൂര്യഗ്രഹണം ഉണ്ടാക്കി പഠനം നടത്തുന്ന ഒരു ഉപഗ്രഹ ദൗത്യമാണ് പ്രോബ 3 എന്ന് പറയുന്നത്. ആ ഉപഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. അത് വഹിക്കുന്നത് ഇന്ത്യയുടെ വിക്ഷേപണ വാഹനത്തിൽ ഏറ്റവും കരുത്തനായ PSLV റോക്കറ്റാണ്. ആ അർത്ഥത്തിൽ ISROയും ഒരു ചരിത്ര നിമിഷത്തിലേക്ക് ഇന്ന് വൈകിട്ട് നീങ്ങേണ്ടതായിരുന്നു. എന്തായാലും നാളത്തേക്ക് മാറ്റി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സാങ്കേതിക തകരാർ കണ്ടെത്തിയത് പേടകത്തിലാണ്, അത് വിക്ഷേപണ വാഹനത്തിലല്ല, PSLV റോക്കറ്റിലല്ല, ISROയുടെ വിക്ഷേപണ വാഹനത്തിലല്ല, പേടകത്തിനകത്ത് ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്ന പ്രോബ 3 പ്രോബ 3 പേടകത്തിനകത്താണ് തകരാർ കണ്ടെത്തിയത് എന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ തകരാർ കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ലോഞ്ച് പാഡിൽ നിന്ന് ഈ വാഹനം മാറ്റുന്ന സാഹചര്യമോ മറ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പക്ഷേ എളുപ്പത്തിലൊക്കെ നേരത്തെ ഇതിനു മുൻപും ചന്ദ്രയാൻ 2 ഒക്കെ വിക്ഷേപിക്കുന്ന സമയത്തൊക്കെ ഈ വിക്ഷേപണങ്ങൾ മാറ്റിവെച്ചിരുന്നു. അന്നൊക്കെ തടസ്സം നിന്നത് ഈ വിക്ഷേപണ വാഹനത്തിനകത്തുണ്ടായ തകരാറുകളും മറ്റുമായിരുന്നു. പക്ഷേ ഇതല്ല, പേടകത്തിനകത്തുള്ള ഒരു തകരാറാണ്. പേടകം എന്ന് പറയുമ്പോൾ തന്നെ വളരെ സങ്കീർണമായ ഒരു ദൗത്യമാണ്. 2 പേടകങ്ങളെ ഒരുമിച്ച് അയച്ച് ഈ 2 പേടകങ്ങളും 150 മീറ്റർ അകലത്തിൽ എത്തി നിന്ന് ഒരു കൃത്രിമമായി ഒരു സൂര്യഗ്രഹണം സൃഷ്ടിച്ച് ഒരു ഉപഗ്രഹം ചെന്ന് സൂര്യഗ്രഹണം സൃഷ്ടിക്കും, മറ്റൊരു ഉപഗ്രഹം അതിൽ ആ സമയത്ത് ബഹിരാകാശത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. സൂര്യ കണങ്ങളെക്കുറിച്ച്, സൗരക്കാറ്റിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ദൗത്യം. അതിസങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ ഒരു പിഴവും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി വേണം അയക്കാൻ.